നമസ്കാരം, അമൃതാണ്. കുട്ടിക്കാലം മുതൽ ലാലേട്ടൻ്റെ ഒരു കട്ട ഫാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കാൾ ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത സംവിധാനം, അതിനകത്ത് അദ്ദേഹം എന്തൊക്കെ വിസ്മയങ്ങളാണ് കാഴ്ചവെക്കാൻ പോണെന്നുള്ളത്. എൻ്റെ അനൗൺസ്മെന്റ് വന്നപ്പോഴേ 3 ഫാക്ടേഴ്സാണ് എന്നെ ഇതിനകത്തോട്ട് കൂടുതൽ അട്രാക്റ്റഡ് ആക്കിയത്. മെയിൻ മോഹൻലാൽ ആസ് ആൻ ആക്ടർ ആൻഡ് ഡയറക്ടർ, ദെൻ സന്തോഷ് ശിവൻ എന്ന ക്യാമറമാൻ, ദെൻ മ്യൂസിക് ലിഡിയൻ നാദസ്വരം. ലിഡിയനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ഫിലിമിന് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാനും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുക്കാനുമായിട്ട് ലിഡിയൻ അങ്ങനെ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അത്രയ്ക്ക് ഒരു യങ്സ്റ്ററാണ്, അപ്പോൾ ഒരു ബഡിങ് മ്യൂസീഷ്യനാണ്. ബഡിങ് മ്യൂസീഷ്യൻ എന്ന് പറയാനേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ AR റഹ്മാനൊക്കെ പോലും അദ്ദേഹത്തിന്റെ വലിയൊരു അത്ഭുത പ്രതിഭാസമായിട്ടൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ഒരു റീസെന്റ് ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടായിരുന്നു. അതിൽ AR റഹ്മാൻ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ കളിക്കുന്ന ഗെയിംസിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഈവൻ മൊബൈൽ ഫോൺ പോലും അദ്ദേഹം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ആ സമയമൊക്കെ അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സംഗീതത്തിനാണ്. പിയാനോ പഠിക്കാനും അതിലെ പുതിയ പുതിയ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുന്നതും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഹോബി തന്നെ. ഫുൾ ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയാണ്. അത്രയും ചെറിയൊരു ആർട്ടിസ്റ്റിൽ ഇത്രയും വലിയൊരു ഒരു ഹോളിവുഡ് ലെവൽ മേക്ക് ചെയ്യാൻ പോകുന്ന ഒരു 3D മൂവിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക്, അതിന്റെ മ്യൂസിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ അദ്ദേഹത്തിനെ വിശ്വസിച്ച് കൊടുത്ത മോഹൻലാലിനാണ് ഫസ്റ്റ് സല്യൂട്ട്. കാരണം അത് ഒരിക്കലും ഒരു ഡയറക്ടർ ആയിരുന്നാലും, പ്രത്യേകിച്ച് ഒരു ഡെബ്യൂലൊന്നും ആരും അങ്ങനെ ചെയ്യത്തില്ല. അതിന് അത്രയും ഒരു നല്ല സ്കെയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഹോളിവുഡ് മ്യൂസിഷ്യന് മോഹൻലാൽ വിചാരിച്ചാൽ കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല. അപ്പോൾ ആ ഒരു ഡിസിഷൻ ലാലേട്ടൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ ആണെന്നുണ്ടെങ്കിലും ഹാറ്റ്സ് ഓഫ്. പിന്നെ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഒരു സ്ലോ പേസിൽ, ഒരു സെൻ പേസിലാണ് ഈ സിനിമ പോകുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ പോലെയൊന്നും അല്ല. മറ്റൊരു മായിക ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഇതിന്റെ സംവിധാന ശൈലി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസന്റേഷൻ, ദ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, ഇതെല്ലാം ഒരു സ്ലോ പേസിൽ കൊണ്ടുപോയി അതങ്ങനെ ആസ്വദിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ സിനിമകൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു ഫോർമാറ്റ് അല്ല. അതുകൊണ്ട് ഇത് എല്ലാവർക്കും അങ്ങോട്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുമെന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിലും നമ്മളൊരു കുട്ടിയായിട്ട് ഈ സിനിമ കണ്ടാൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബാലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരത്തിലുള്ള മൂവികൾ കാണാൻ പോകുമ്പോൾ ഓരോ ജോണർ എടുക്കുമ്പോഴും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ആ സിനിമയോട് അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്കാണ് പോയത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുട്ടികളുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ സ്ലോ പേസിൽ ജീവിക്കുന്ന ആളുകളാണ്. ടെക്നോളജി ഒന്നും അവരെ കൂടുതൽ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു സ്ലോ മൊമെന്റം ഉണ്ട്, ഒരു മ്യൂസിക്കൽ, ഒരു റിതമിക് മൊമെന്റം ഉണ്ട്. അത് ആസ്വദിക്കുന്ന ശരിക്കും കുട്ടികളാണ്. ഇപ്പോഴത്തെ കുട്ടികൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ദേ ആർ ഓൾസോ ലൈക്ക് അസ്. നമ്മളെന്താണ് അതുപോലെ ആവുന്നില്ല നമ്മുടെ കുട്ടികൾ. അപ്പൊ അതുപോലെ അവർ മാറി വരികയാണ്. പക്ഷെ എങ്കിലും ആ ഒരു കാലഘട്ടത്തിലേക്ക് ചുവട് വയ്ക്കുന്നതിന് മുന്നുള്ള കുട്ടികൾക്കെല്ലാം ഇതൊരു ഭയങ്കര ആസ്വാദന അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ വിഷ്വൽ പ്രസൻറ്റേഷൻ ആയിരുന്നാലും ഓർഡിനറി ഒരു 3D നോർമലി ഷൂട്ട് ചെയ്തിട്ട് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമല്ല ഇത്. നമ്മൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, നമ്മുടെയൊക്കെ ബാല്യകാലത്തിലൊരു 3D മൂവി എന്ന് പറയുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് ഒരിക്കലും മറക്കാതെ നമ്മുടെ മനസ്സിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിൽ നമ്മൾ കണ്ട ചില അത്ഭുതങ്ങളുണ്ട്. ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ, അത് ഗ്രാഫിക്സിൽ അടുത്ത് വരുമ്പോൾ അതങ്ങ് ചെതറി അങ്ങ് പോയണിയുന്നു. അത് കാണുമ്പോൾ അറിയാം അത് ഗ്രാഫിക്സ് ആണോ അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് ആണെന്നുള്ളത്. പക്ഷേ ഇതിനപ്പുറത്തേക്കൊരു ടൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആയുധമോ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ, എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ആ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ ആദ്യം ഇങ്ങനെ കുറെ ശൂലങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന കുറെ സീനുകളുണ്ട്. ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആ ചിത്രം ഇനി മാഞ്ഞു പോകത്തില്ല. അത്രയ്ക്ക് നമ്മുടെ മുന്നിൽ ആ സാധനം വന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതാണ് 3D. അപ്പം ആ 3D എഫക്റ്റ് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവതാറിൽ പോലും പല ഷോട്ടുകളിലും അത് അത്രത്തോളം ഫീൽ ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഞാനത് അവതാർ ഇതിനേക്കാൾ മോശമെന്നല്ല പറഞ്ഞു വരുന്നത്. അവതാർ വേറൊരു രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഗ്രാഫിക്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാരക്ടേഴ്സ്, അത് മനുഷ്യരാണ് അഭിനയിക്കുന്നെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ടെക്നോളജിയുടെ സപ്പോർട്ട് എടുത്തിട്ടാണ് അവർ ചലിക്കുന്നതൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് എവിടെയൊക്കെ കുറച്ച് അപാകതകളൊക്കെ എനിക്ക് ഫീൽ ചെയ്യാം. ഈവൻ ഫ്രെയിം റേറ്റ്സിൽ പോലും പ്രശ്നങ്ങൾ, അത് ഈ സിനിമയിലും ചെറുതായിട്ടൊക്കെ എനിക്ക് എവിടെയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ്സിലുള്ള ആളാണ്. 3Dയുടെ നല്ല ക്യാമറ, നല്ല വിഷ്വൽ ആംഗിൾസ് എടുക്കുന്നതിലായിരുന്നാലും നല്ലതുപോലെ സിനിമ പിക്ചറൈസ് ചെയ്യുന്നതിലും ഒരു അഗ്രഗണ്യനായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ഒരു ക്യാമറമാനാണ് സന്തോഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിംസ് എന്തുകൊണ്ടും നമുക്ക് ഭയങ്കര അപ്പീലിംഗ് ആണ്. മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥ അത് സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ചെറുതാണ്. അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ഒരു ക്യാമറയുടെ പരിമിതിയൊക്കെ കൊണ്ടായിരിക്കാം. 3D ക്യാമറ വെച്ചെടുക്കുന്ന സിനിമകളൊക്കെ, പല സിനിമകളുടെ ആസ്പെക്ട് റേഷ്യോ ഇങ്ങനെയായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതോ ഇനി സെറ്റൊക്കെ ഇടുന്നതിനുള്ള ഒരു വൈഡ് ഫ്രെയിമിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്തായാലും ആ ക്യാരക്ടേഴ്സൊക്കെ ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഫിഗറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3Dയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എഫക്റ്റാണ്. ആ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൊട്ടയായിട്ടുള്ള ക്യാരക്ടറും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ VFX ഗംഭീരമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ സിനിമ അങ്ങനെ തുടക്കം മുതലാണ് ഞാൻ സെൻ ഫീൽ എന്ന് പറഞ്ഞത്. അത് ആ കമ്പോസിഷൻ, ആ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്കിതൊരു പോർച്ചുഗീസ് മൂവി അല്ലെങ്കിൽ ഒരു പോർച്ചുഗീസ് ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു സാധനമായിട്ട് നമ്മളെ ശരിക്കും അതങ്ങനെ ഒരു ട്രാവൽ ചെയ്ത് അവിടെ കൊണ്ടുപോയി.
അത് ലിഡിയൻ നാദസ്വരത്തിൻ്റെ ഒരു സ്കില്ല് തന്നെയാണ്. അദ്ദേഹം ഇതിനകത്ത് ക്യാമിയോ ആയിട്ടൊരു വർക്കിലുണ്ട് ഒരു സംഭവം, ഞാനത് പറയുന്നില്ല. പിന്നെ സൗണ്ട് എഫക്ട്സ് ആയിരുന്നാലും ആ അറ്റ്മോസിലൊക്കെ കേൾക്കത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ ഓരോരോ സീൻ ബൈ സീൻ അങ്ങനെ എലിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ അത് വളരെ സ്ലോ എലിവേഷനാണ്. അതെല്ലാം ഭയങ്കര മൈൽഡായിട്ടായിരുന്നാലും അത് ഭയങ്കര രസമുണ്ടായിരുന്നു. നമുക്കൊരു ഇത്തരത്തിലുള്ളൊരു ഫാൻറ്റസിയൊക്കെ കാണുന്ന ഒരു എക്സ്പീരിയൻസ് മ്യൂസിക് സ്കോറിലൂടെ ഓരോരോ സീനിനെ അങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോരോ സീൻ എന്ന് പറയുന്നത് സിനിമ തുടക്കം മുതൽ അവസാനം വരെ നമ്മളൊരു മലയാളി കമ്പോസറോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പോസറോ ചെയ്യുന്ന കണക്കല്ല ഈ സാധനം ചെയ്തിരിക്കുന്നത്. അത് ലിഡിയൻ എന്ന മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു സ്കില്ല് തന്നെയാണ്. അത് സൂപ്പറായിട്ടുണ്ട്. ഒരുപക്ഷെ അത് കിട്ടണം എന്ന് മോഹൻലാൽ അത്രയും പ്രതീക്ഷിച്ച് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഈ ഒരു വർക്ക് ഏൽപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എവിടെയൊക്കെ കുറച്ചൊരു ന്യൂനതകൾ എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ചില കാസ്റ്റിങ്, പ്രത്യേകിച്ച് ഇതിനകത്തൊരു മന്ത്രവാദമൊക്കെ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ആക്ടർക്ക് എവിടെയൊക്കെ കുറച്ച് കയ്യിൽ നിന്ന് പോകണതൊക്കെ നല്ല ഒരു എവിടെയൊക്കെയോ അദ്ദേഹം അഭിനയിക്കുന്നതാണെന്നുള്ള ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇവൻ ഇതിനകത്ത് വെസ്റ്റേൺസ് ആയിട്ട് കൊണ്ടുവന്ന ആക്ടേഴ്സ്, വിദേശത്തു നിന്നുള്ള ആക്ടേഴ്സൊക്കെ അവരെത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യാത്ത കണക്ക് എനിക്ക് അവരുടെ ഫുൾ ത്രോട്ടിൽ കിട്ടാത്ത. പക്ഷേ അതിന് ഈ സംവിധായകനും ഓരോ ആക്ടർക്കും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ, അപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ്, മോഹൻലാലിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ എങ്കിൽ എവിടെയൊക്കെയോ ആ ഡയറക്ടർ മനസ്സിൽ കണ്ട സംഭവങ്ങളുടെ ഒരു ഫുൾ ത്രോട്ടിൽ ഔട്ട്പുട്ട് ചില കഥാപാത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന ചില ആക്ടേഴ്സിന് അത് പൂർണ്ണമായിട്ടും അത് ഔട്ട്പുട്ട് ചെയ്യാൻ കഴിയാത്ത കണക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ അതൊന്നും ഒരു കുറവല്ല, അത് മേ ബി അതിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ കൊണ്ട് പറ്റിയത്. പക്ഷേ ഇത്തരത്തിലൊരു സിനിമ ആകുമ്പോഴത്തേക്ക് ഇത്രയും സ്കെയിലിൽ ഇത്രയും എക്സ്പെക്റ്റേഷൻ ലെവലിൽ വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പെർഫെക്റ്റ് ആയാലും എന്ന് വെച്ചാൽ എല്ലാ റിസോഴ്സസും ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അതെവിടെയൊക്കെ ഒരു ചെറിയ അടുക്ക് ചിട്ടയിൽ ഒരു ചെറിയൊരു അപാകത ഫീൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അപ്പാർട്ട് ഫ്രം സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നാലും അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥയായിരുന്നാലും ഒരു പ്രശ്നങ്ങളും എങ്ങും തോന്നിയില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ സിനിമ ടോട്ടലായിട്ട് ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ശരിക്കും ആസ്വദിച്ചാണ് കണ്ടത്, ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കണ്ടത്. കാരണം ഇത് കണ്ടിട്ട് വേണം ഇനി മക്കളെ കാണിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് വർക്കായി. ഇപ്പോൾ ആ ഭാഷയാണല്ലോ നമ്മൾ പറയുന്നത്. എനിക്ക് ഈ സിനിമ നന്നായിട്ട് വർക്കായി. മെയിൻ തിങ് ഇതിൻ്റെ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, ഡയറക്ഷൻ, പിന്നെ ആക്ടർ എന്നുള്ള നിലയിൽ മോഹൻലാൽ, എല്ലാത്തിനും ഉപരി ഇതിൻ്റെ ഹീറോ ആയിട്ട് ഞാൻ കാണുന്നത് ലിഡിയൻ നാദസ്വര, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഓസം. ഒരു വെസ്റ്റേൺ മൂവി കാണുന്ന ലെവലിൽ, ഒരുപക്ഷെ അതിൽ തന്നെ ജെയിംസ് ഹോണറൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗ്രാഫിൽ ചെറിയൊരു കലാകാരൻ ആ ലെവലിൽ ഇതിനെ പിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കുക. അത് തന്നെ നമ്മളെ മനസ്സിനൊരു കുളിർമയും എൻലൈറ്റ് ചെയ്യുന്ന കണക്കുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കും ഫാമിലിയായിട്ടും പോയിരുന്ന് കാണണമെന്ന് പറയുന്നതിന് കാരണം ഇതിൽ കുട്ടികൾക്ക് ഇന്നത്തെ മാതാപിതാക്കളും കുട്ടികളുമായിട്ടുള്ള റിലേഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പോർ ചെയ്ത് പോകുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഓരോരുത്തരെയും ലൈറ്റപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെ ഒരു നല്ല മൊറാലൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് സിനിമേനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മളെ കുട്ടികളെ കാണാനും പാരൻസിനോടുകൂടി കുട്ടികൾ ആസ്വദിച്ച് കാണേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം കുട്ടികൾക്കുള്ള സിനിമ എന്നതിനെ പറഞ്ഞു വെച്ചത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പാരൻസ് കുട്ടികളുമായിട്ടിരുന്ന് ആസ്വദിച്ച് കാണേണ്ട ഒരു സിനിമയാണ്. എനിക്ക് ഈ ഒരു മൂവി 100% വർക്കായി. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡെബ്യൂ ഡയറക്ടറുടെ ഒരു അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ ലാലേട്ടന് വേണ്ടിയിട്ടാണ് ഈ മാർക്ക്. ലാലേട്ടന് നാദസ്വരം ലിഡിയന് വേണ്ടിയിട്ടുള്ള മാർക്കാണ്. ഞാൻ ഔട്ട് ഓഫ് 10 മൂവി ബുക്കിങ്ങിലായിരുന്നാലും IMDbയിലായിരുന്നാലും ഞാനിപ്പോൾ ചെയ്യും. രണ്ടിലും റേറ്റിംഗ് 10 തന്നെ ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.